പൈപ്പ് സെക്ടറിലെ 2 സ്റ്റോക്കുകളിൽ വന്ന ലേറ്റസ്റ്റ് അപ്ഡേറ്റ് ആണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. ഒന്നാമത്തെ സ്റ്റോക്ക് പ്രിൻസ് പൈപ്പ്. കഴിഞ്ഞ ദിവസം പ്രിൻസ് പൈപ്പ് 0.12% ഉയർന്ന് 530 രൂപയ്ക്ക് അടുത്ത് ക്ലോസിംഗ് നൽകി. 5000 കോടി രൂപയുടെ മാർക്കറ്റ് ക്യാപ്പുള്ള കമ്പനിയുടെ വാല്യൂഷൻ 26.41, 52 വീക്കിലോ 521, 52 വീക്ക് ഹൈ 776. സ്റ്റോക്ക് 52 വീക്ക് ലോയ്ക്കടുത്ത് ട്രേഡ് ചെയ്യുന്നു. കഴിഞ്ഞ ഒരു മാസം കൊണ്ട് സ്റ്റോക്ക് 10% നെഗറ്റീവ് റിട്ടേണും 6 മാസം കൊണ്ട് സ്റ്റോക്ക് 25% നെഗറ്റീവ് റിട്ടേണുമാണ് നൽകിയത്. പ്രിൻസ് പൈപ്പുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസം മാർക്കറ്റ് അവറിന് ശേഷം പുറത്തുവന്ന ഒരു പ്രധാന അപ്ഡേറ്റാണ്. പ്രമുഖ ബാത്റൂം ഫിറ്റിംഗ് ബ്രാൻഡായ അക്വൽ എന്ന ബ്രാൻഡുമായി പ്രിൻസ് പൈപ്പ് അസറ്റ് പർച്ചേസ് എഗ്രിമെൻറ്റിൽ ഒപ്പുവയ്ക്കുകയും അക്വലിൻ്റെ ചില അസറ്റുകൾ പ്രിൻസ് പൈപ്പ് അക്വയർ ചെയ്യുകയും ചെയ്തു. ലാൻഡ്, ബിൽഡിംഗ് ആൻഡ് മിസലേനിയസ് സിവിൽ സ്ട്രക്ചർ, പ്ലാന്റ് ആൻഡ് മെഷീനറീസ്, ഡൈസ്, ടൂൾ, ഫിക്സ്ചർ, ഓഫീസ് എക്യുപ്മെൻറ്റ് എന്നിവയാണ് അക്വലിൽ നിന്നും പ്രിൻസ് പൈപ്പ് അക്വയർ ചെയ്തത്. ഏകദേശം 55 കോടി രൂപയ്ക്കുള്ള അസറ്റ് പർച്ചേസ് എഗ്രിമെൻറ്റിലാണ് അക്വലും പ്രിൻസ് പൈപ്പും ഒപ്പുവെച്ചത്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് പ്രിൻസ് പൈപ്പ് അതിൻ്റെ ബിസിനസ് ബാത്റൂം ഫിറ്റിംഗ് സെഗ്മെൻറ്റിലേക്ക് കൂടി എക്സ്പാൻഡ് ചെയ്യുന്നു എന്ന രീതിയിലുള്ള അപ്ഡേറ്റ് വന്നിരുന്നു. ഇവിടെ ബാത്റൂം ഫിറ്റിംഗ് സെഗ്മെൻറ്റിലെ മറ്റ് കമ്പനികളെ അക്വയർ ചെയ്താണ് കമ്പനി അവരുടെ ബിസിനസ് എക്സ്പാൻഷൻ നടത്തുന്നത്. ഇതിൻ്റെ പശ്ചാത്തലത്തിൽ ഇത് പ്രിൻസ് പൈപ്പിനെ സംബന്ധിക്കുന്ന ഒരു പോസിറ്റീവ് അപ്ഡേറ്റ് ആണ്. കാരണം പ്രൊഡക്ഷൻ കപ്പാസിറ്റി എക്സ്പാൻഡ് ചെയ്യുന്നതിനോടൊപ്പം കമ്പനി അതിൻ്റെ ബിസിനസ് കൂടി എക്സ്പാൻഡ് ചെയ്യുന്നുണ്ട്. ഇത് സ്റ്റോക്കിനെ സംബന്ധിക്കുന്ന പോസിറ്റീവ് അപ്ഡേറ്റ് ആണ്. 1987 എസ്റ്റാബ്ലിഷ്ഡ് ആയ പൈപ്പിംഗ് സൊല്യൂഷൻ ആൻഡ് മൾട്ടി പോളിമർ മാനുഫാക്ചറിംഗ് സെഗ്മെൻറ്റിലെ ഒരു കമ്പനിയാണ് പ്രിൻസ് പൈപ്പ്. കമ്പനിയുടെ ROE 9.17%, ROCE 12.3%, വാല്യൂഷൻ 28.1. ഈ ക്വാർട്ടറിലെ റിസൾട്ടിൽ കമ്പനി അത്ര മികച്ച പെർഫോമൻസ് കാഴ്ചവെച്ചില്ല. ഓപ്പറേറ്റിംഗ് മാർജിൻ 14% നിന്നും 12% ഇടിയുകയും സെയിൽസ് 656 കോടിയിൽ നിന്നും 619 കോടിയിലേക്ക് ഇടിയുകയും ചെയ്തിരുന്നു. കൂടാതെ കമ്പനിയുടെ നെറ്റ് പ്രോഫിറ്റ് ക്വാർട്ടർ ടു ക്വാർട്ടർ 71 കോടിയിൽ നിന്നും 38 കോടിയിലേക്ക് ഇടിഞ്ഞിരുന്നു. ഇതിൻ്റെ പശ്ചാത്തലത്തിലാണ് 52 വീക്ക് ഹൈയിൽ നിന്നും സ്റ്റോക്ക് കറക്റ്റായി 52 വീക്ക് ലോ അല്ലെങ്കിൽ 520 എന്ന ലെവലിലേക്ക് എത്തിയത്. 3 വർഷത്തെ സെയിൽസ് ഗ്രോത്ത് 18%, പ്രോഫിറ്റ് ഗ്രോത്ത് 2%, ROE 17%. 1338 കോടി രൂപയുടെ റിസർവ് ഉള്ള കമ്പനിക്ക് മുകളിൽ 59 കോടിയുടെ കടമാണുള്ളത്. ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റർ ഈ കമ്പനിയിൽ സ്റ്റേക്ക് ഹോൾഡിംഗ് 5% നിന്നും 5.7% ഉയർത്തിയിട്ടുണ്ട്. പ്രൊമോട്ടേഴ്സിന് 61% സ്റ്റേക്ക് ഹോൾഡിങ്ങും DISന് 18.4% സ്റ്റേക്ക് ഹോൾഡിങ്ങും പബ്ലിക്കിന് 14.9% സ്റ്റേക്ക് ഹോൾഡിങ്ങുമാണുള്ളത്. 2021 പ്രിൻസ് പൈപ്പ് 500 രൂപ എന്ന ലെവലിൽ ബ്രേക്കൗട്ട് നൽകിയതിന് ശേഷം 900 രൂപ വരെ ഉയർന്നിരുന്നു. പിന്നീട് സ്റ്റോക്ക് ഒരു കൺസോൾട്ടേഷൻ ഫേസിലേക്ക് നീങ്ങുകയും 500നും 770നും ഇടയിൽ കൺസോൾട്ടേറ്റ് ചെയ്യുകയുമായിരുന്നു. സ്റ്റോക്ക് ഇപ്പോൾ വീണ്ടും അതിൻ്റെ ഒരു പ്രധാന സപ്പോർട്ട് സോണായ 500-നടുത്തേക്ക് നീങ്ങുന്നുണ്ട്. 525 എന്ന ലെവലിലും നമ്മൾക്ക് ഈ സ്റ്റോക്കിൽ പൊസിഷൻ എടുക്കാവുന്നതാണ്. അതായത് പൈപ്പ് സെക്ടറിലെ ഒരു ഹൈ ഗ്രോത്ത് മിഡ് ക്യാപ് കാറ്റഗറിയിൽ ഉൾപ്പെട്ട സ്റ്റോക്കിൽ പൊസിഷൻ എടുക്കാൻ താൽപ്പര്യമുള്ളവർക്ക് പ്രിൻസ് പൈപ്പ് എന്ന സ്റ്റോക്കിനെ പരിഗണിക്കാം. രണ്ടാമത്തേത് പൈപ്പ് സെക്ടറിലെ ലീഡിംഗ് കമ്പനിയായ അസ്ട്രൽ ലിമിറ്റഡ് ആണ്. കഴിഞ്ഞ ട്രേഡിംഗ് സെഷനിൽ അസ്ട്രൽ 2.3% ഇടിഞ്ഞ് 1905 ക്ലോസിംഗ് നൽകി. 51,000 കോടി രൂപയുടെ മാർക്കറ്റ് ക്യാപ്പുള്ള കമ്പനിയുടെ വാല്യൂഷൻ 89.77, ഡിവിഡൻഡ് yield 0.20%, 52 വീക്ക് ഹൈ 2143, 52 വീക്ക് ലോ 1297. അസ്ട്രൽ ലിമിറ്റഡുമായി ബന്ധപ്പെട്ട ഏറ്റവും പ്രധാന അപ്ഡേറ്റ് 2024 IPL അസ്ട്രൽ ലിമിറ്റഡ് എന്ന കമ്പനി അതിൻ്റെ ബ്രാൻഡിങ്ങിനും അതുപോലെ തന്നെ കൺസ്യൂമർ എൻഗേജ്മെൻറ്റും പ്രൊമോട്ട് ചെയ്യുന്നതിന് വേണ്ടി 5 IPL ടീമുമായി പാർട്ട്ണർഷിപ്പിൽ എത്തി എന്ന അപ്ഡേറ്റാണ്. ചെന്നൈ സൂപ്പർ കിങ്സ്, മുംബൈ ഇന്ത്യൻസ്, ഗുജറാത്ത് ടൈറ്റൻസ്, പഞ്ചാബ് കിങ്, ലക്നോ സൂപ്പർ ഗെയിൻസ് തുടങ്ങിയ IPL ടീമുകളുമായിട്ടാണ് അസ്ട്രൽ പൈപ്പ് എന്ന കമ്പനി പാർട്ട്ണർഷിപ്പിലെത്തിയിരിക്കുന്നത്. പ്യുവർലി പ്രൊമോഷൻ ബേസ്ഡ് ആയിട്ടുള്ള ഒരു പാർട്ട്ണർഷിപ്പാണ്. അതുകൂടാതെ ഈ കമ്പനി പൈപ്പ് സെക്ടറിലെ ഏറ്റവും ട്രസ്റ്റഡ് ബ്രാൻഡ് ആണെന്ന് സൂചിപ്പിക്കുന്ന രീതിയിലുള്ള ഇന്ത്യാസ് ട്രസ്റ്റഡ് പൈപ്പ് ബ്രാൻഡ് എന്നൊരു ടാഗ് ലൈൻ കൂടി റിലീസ് ചെയ്തിട്ടുണ്ട്. ഇതുവഴി കസ്റ്റമേഴ്സിനിടയിലുള്ള കമ്പനിയുടെ വിശ്വാസ്യത വർദ്ധിപ്പിക്കാനും കൂടുതൽ ആഡിയൻസിനെ കേറ്റർ ചെയ്യാനും ഈ IPL പാർട്ട്ണർഷിപ്പ് കമ്പനിയെ സഹായിച്ചേക്കും. റീസെൻ്റ്ലി ഏഞ്ചൽ വൺ എന്ന കമ്പനിയും IPL പാർട്ട്ണർഷിപ്പിൽ എത്തിയിട്ടുണ്ട്.
അസ്ട്രൽ എന്ന സ്റ്റോക്ക് 1905 ട്രേഡ് ചെയ്യുന്നു. 2100 നിന്നും സ്റ്റോക്കിൽ വന്ന പ്രോഫിറ്റ് ബുക്കിംഗ് സ്റ്റോക്കിനെ വീണ്ടും അതിൻ്റെ സപ്പോർട്ട് സോണിലേക്ക് നീങ്ങാൻ പ്രേരിപ്പിക്കുന്നു. സ്റ്റോക്കിൻ്റെ സപ്പോർട്ട് 1750-നും 1800-നും ഇടയിലാണ്. ഈ റേഞ്ചിൽ അസ്ട്രൽ എന്ന സ്റ്റോക്ക് ലഭിക്കുകയാണെങ്കിൽ ഇവിടെ അസ്ട്രൽ എന്ന സ്റ്റോക്കിനെയും നമ്മൾക്ക് മീഡിയം ടേം പോയിൻ്റ് ഓഫ് വ്യൂ അക്കുമുലേറ്റ് ചെയ്യാവുന്നതാണ്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. താങ്ക്